അങ്ങനെ നമ്മുടെ മൈലേജ് ടെസ്റ്റിൻ്റെ 2ാം ദിവസം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മറ്റൊരു മൈലേജ് ടെസ്റ്റ് ആയിട്ടാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ ഇൻട്രാ V50 എന്ന് പറയുന്ന മോഡൽ. ഇതിന് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇൻട്രാ V50 ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2.5 ടൺ ഭാരമുണ്ട്. അതായത് 2500 കിലോഗ്രാം ഭാരം, 50 ചാക്ക് സിമൻ്റ് ആണ് ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എണ്ണ അടിച്ച് തുടങ്ങാം അല്ലേ? എണ്ണ അടിക്കാം. ഫുൾ ടാങ്ക് എണ്ണ ഫ്യൂൽ ചെയ്തിട്ടുണ്ട്, ഡീസലാണ്. പിന്നെ അതുപോലെ തന്നെ 2.5 ടൺ ഭാരം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രിപ്പ് മീറ്ററിനെ 0 ആക്കാൻ പോകണം. അപ്പോഴേക്ക് നോക്കി കഴിഞ്ഞാൽ ട്രിപ്പ് എ, അപ്പോൾ ഫ്യൂവലിൻ്റെ ഒരു പൊസിഷനൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫുൾ ടാങ്ക് ആണ്. അപ്പോൾ ട്രിപ്പ് എ നമ്മളൊന്ന് 0 ആക്കാൻ പോകണേ. യെസ്, ട്രിപ്പ് മീറ്റർ 0 ആക്കി. ഇനി നമ്മളിത് ഡ്രൈവ് ചെയ്യാണ്. നമ്മളിപ്രാവശ്യം 50 കിലോമീറ്റർ ആട്ടോ ഓടിക്കുന്നത്. ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് 50 കിലോമീറ്റർ ദൂരം ഓടിച്ച് വീണ്ടും റീഫ്യൂൽ ചെയ്ത് എത്ര കിലോമീറ്റർ ആവറേജ് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. ഇപ്പോൾ ഏകദേശം 21 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. അതായത് പകുതി ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഡ്രൈവിനെ കുറിച്ച് പറയാം. ഒന്ന്, എനിക്ക് ഈ ഒരു പൊസിഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് അപ്പ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനൊക്കെ കൂടി നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ. അതായത് ബോറടിക്കാതെ ഇരിക്കാൻ പറ്റുന്ന, പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല തോന്നിയിട്ടോ. അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ പൊസിഷനും നൈസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനോട് പറ്റുന്ന തരത്തിലുള്ള ഒരു പൊസിഷനാണ്. പിന്നെ ഇതിനകത്തൊരു ബീപ്പ് സൗണ്ട് ഉണ്ട്. ആ ഗിയർ ചേഞ്ച് ഇൻഡിക്കേറ്റർ അതും ഇതിനകത്തുണ്ട്. പിന്നെ AC ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് AC ഉള്ള മോഡലുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തത് AC ഇല്ലാത്ത മോഡലാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് AC ഇല്ലാത്തത്. പിന്നെ ഈ ഒരു പാസിംഗ് ത്രൂ ക്യാബിൻ, അതുപോലെ ഈ സീറ്റ് ലെതർ സീറ്റുകളാണ്. അതൊക്കെ കുറച്ചൊരു പ്രീമിയം ഫീലും നമുക്ക് തരുന്നുണ്ട്. അതാണ് നമുക്ക് ആകെ ഡ്രൈവിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം 28 കിലോമീറ്റർ യാത്രയാണ്. നമ്മളിപ്പോൾ ഏകദേശം 31.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നമുക്ക് ശരിക്കും 50 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ലൈറ്റ് കുറഞ്ഞു വന്നു. അതിനിടയിൽ മഞ്ചേരി ടൗണിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കിൽ വിട്ടു. അത് റിക്കവർ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം എടുത്തു. അപ്പം അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിക്കേണ്ടത്, നമ്മൾ ഈ ഒരു യാത്ര തൽക്കാലം 31 വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പിൽ നമ്മൾ കയറുന്നു, ഫ്യൂല് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ഏത് വെച്ചുള്ള ഒരു ആവറേജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ആദ്യം നമ്മൾ 50 യാത്ര ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആ ഒരു ബ്ലോക്ക് വന്നത് കാരണം നമുക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നേരത്തെ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് എത്ര ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത ഫ്യൂവൽ സ്റ്റേഷൻ ഏതാണോ അവിടെ നമ്മൾ കയറ്റുന്നു, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 31 സ്റ്റാർട്ട് ചെയ്തെങ്കിലും പെട്രോൾ സ്റ്റേഷൻ എത്തുമ്പോഴേക്ക് ഏകദേശം 36 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം എത്ര വരെ ആവും എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മുടെ മൈലേജ് ടെസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 36.6 അവസാനിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഫ്യൂൽ ചെയ്ത സമയത്ത് നമുക്ക് ആവശ്യമായി വന്നത് 2.73 ലിറ്ററാണ്. അപ്പോൾ 36.6 ഡിവൈഡ് ബൈ 2.73 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 13.40 അതായത് 13.40 ഈ വാഹനത്തിൻ്റെ ആവറേജ് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒരു കോമൺ ഫീഡ്ബാക്ക് പറഞ്ഞ ആ രൂപത്തിൽ തന്നെയാണ് നമുക്കും ഈ ഒരു മൈലേജ് കിട്ടിയത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഡ്രൈവ് എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ ഈ ബ്ലോക്കുകളും ഒക്കെ ഇതിനൊരു ഭാഗമായേക്കാം. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് വെച്ചൊക്കെ ഓടിക്കുമ്പോൾ ആദ്യത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ കണക്കിതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും വണ്ടികളുടെ മൈലേജ് ടെസ്റ്റ് ഇതുപോലെ നടത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.